ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി ചർച്ചയിലേക്കാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നും ഉണ്ടാകില്ല എന്ന വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് വരികയാണ്. നിരാശയാണ് ഇന്നിപ്പോൾ ഫലം. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള അന്തിമ ചർച്ച ഇന്നുണ്ടാകില്ല. കേരളത്തിൽ നിന്ന് വിളിപ്പിച്ച നേതാക്കളുമായി രാഹുൽ ഗാന്ധി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിന്റെ പേരാണ് ഭൂരിഭാഗം പേരും നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്ന് വെച്ചുകഴിഞ്ഞാൽ KC വേണുഗോപാലിന് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുൻതൂക്കം എന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, ഇരുവിഭാഗവും ചേരിതിരിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ, ഫ്ലക്സ് യുദ്ധമൊക്കെ നമ്മൾ കണ്ടിരുന്നപ്പോൾ ആ പ്രതിഷേധങ്ങളെല്ലാം സൃഷ്ടിച്ചെടുത്തതാണ് എന്നും പ്രതിഷേധങ്ങൾ സ്വിച്ചിട്ടതുപോലെ നിന്നത് അതിന്റെ തെളിവാണെന്നുമാണ് നേതാക്കൾ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെന്തായാലും നാളെയായിരിക്കും. കാരണം ഇന്നിപ്പോൾ രാത്രി ഖർഗെ എത്തിയതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയുമായി ഈ വിഷയത്തിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകില്ല എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ വരികയാണ്. ധനസുമോദുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാനായി. ധനസുമോദ്, ഏറ്റവും ഒടുവിൽ VM സുധീരനുമായുള്ള ചർച്ചയടക്കം കൂടിക്കാഴ്ചയടക്കം അവസാനിച്ചു കഴിഞ്ഞു. ഇനി ഖാർഗെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച അവസാനവട്ട ചർച്ചയാണ് വേണ്ടത്. അത് ഇന്നുണ്ടാകില്ല എന്ന് തന്നെയാണോ നമുക്ക് വ്യക്തമാകുന്നത്? VM സുധീരനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി സുധീരൻ ഇപ്പോൾ 10 ജൻപതിലേക്ക് പോയിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 10 ജൻപതിലാണ്. ഇവിടെയാണ് സുധീരനുമായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ച നടന്നത്. സുധീരൻ ആദ്യം വന്ന സമയത്തൊന്നും രാഹുൽ ഗാന്ധി 10 ജൻപതിൽ ഉണ്ടായിരുന്നില്ല. കാരണം CBI ഡയറക്ടറെ അപ്പോയിൻമെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആ അതോറിറ്റിയിൽ പ്രധാനമായും പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരാണുള്ളത്. അങ്ങനെ വളരെ സുപ്രധാനമായ തീരുമാനമായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ യോഗം മാറ്റിവെച്ചിട്ട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തത്. അതിനുശേഷമാണ് അദ്ദേഹം ഈ 10 ജൻപതിലേക്ക് വരുന്നത്. ഈ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പ്രധാനമായും മുൻ KPCC അധ്യക്ഷന്മാരാണ് ഇവിടെ എത്തിയത്. ഇതുകൂടാതെ വർക്കിംഗ് പ്രസിഡന്റുമാരും ഉണ്ടായിരുന്നു. ഈ മുൻ അധ്യക്ഷന്മാരിൽ VM സുധീരൻ ഒഴികെയുള്ളവരാണ് എത്തിയിരുന്നത്. VM സുധീരന് നൽകിയ സമയം മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി കൂടുതൽ സമയം വേണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കാര്യം സംസ്ഥാനത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ വ്യക്തമായി രാഹുൽ ഗാന്ധിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നേരത്തെ സംസാരിച്ചവർ എല്ലാവരും ഒരു 10-8 പേരും KC വേണുഗോപാലിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. അവർ പറയുന്നത് കോൺഗ്രസിന്റെ കീഴ്വഴക്കം എന്ന് പറയുന്നത് തന്നെ ഈ MLA-മാരുടെ അംഗസംഖ്യ നോക്കി അവരിൽ ഏറ്റവും കൂടുതൽ പേർ പിന്തുണക്കുന്നവർ ആര്, അവരെ നേതാവായി അംഗീകരിക്കുക, അവരെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ VM സുധീരൻ പറയുന്നത് സംസ്ഥാനത്തെ സാഹചര്യങ്ങളൂടി മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ്. ഇതിനകം തന്നെ നേരത്തെ മുരളീധരനാണ് ഇതുപോലത്തെ ഒരു നിലപാടെടുത്തിരുന്നത്. പക്ഷേ മുരളീധരൻ കണ്ടത് ഒരു 10 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ VM സുധീരൻ്റെ കൂടിക്കാഴ്ച അതിന് അരമണിക്കൂറോളം തന്നെ സമയമെടുക്കുകയാണ്. കൃത്യമായി രാഹുൽ ഗാന്ധിയെ കേരളത്തിലെ സ്ഥിതിഗതികൾ ബോധിപ്പിക്കാം എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണുള്ളത്. മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ഒരു പ്രഖ്യാപനം നടത്താൻ ഇടയുണ്ടോ, അതോ അത് വീണ്ടും വൈകിയേക്കുമോ? അതാണ് പറഞ്ഞു വന്നത്. കാര്യം മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ 7 മണിക്കാണ് ഇന്ന് യോഗം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ആ യോഗം തന്നെ രാഹുൽ ഗാന്ധിക്ക് മറ്റു യോഗം ഉള്ളതുകൊണ്ട് ആ യോഗം നടന്നിട്ടില്ല. ഖാർഗെയുടെ വസതിയിലുണ്ടായിരുന്ന യോഗം നടന്നിട്ടില്ല. ഇനി ഖാർഗെയുടെ വസതിയിൽ യോഗം 11 മണിക്കാണ്, നാളെ രാവിലെ 11 മണിക്കാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഇന്ന് സംസാരിച്ച പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം യോഗത്തിൻ്റെ തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവണം, മുഖ്യമന്ത്രി എത്രയും വേഗം കണ്ടുപിടിക്കണം. കാരണം ഒരു വിജയത്തിന്റെ എല്ലാ ശോഭയും കെടുത്തുന്ന തരത്തിലാണ് ഈ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് വാർത്തയായി വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ അമിത് മാളവ്യ ഉള്ളവർ വരെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു 24 മണിക്കൂറിനകം തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കണം എന്ന ആവശ്യം തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആ പ്രഖ്യാപനം അങ്ങനെ നീളുന്നത് ഗുണകരമാകില്ല കോൺഗ്രസിന്. ഇതിനോടകം തന്നെ ആ പ്രഖ്യാപനം ഒരുപാട് വൈകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 8 ദിവസം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിന്. എന്തായാലും നാളെയോടുകൂടി ഒരു പ്രഖ്യാപനം വരും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നിപ്പോൾ ഖാർഗെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടക്കില്ല. അത് നാളെ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഒരു പ്രഖ്യാപനം. ധനസുമോദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.